നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ രണ്ടാനച്ഛന് 80 വർഷം കഠിന തടവ്. അതിജീവിതയുടെ അമ്മയ്ക്ക് 3 വർഷം തടവും പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ജഡ്ജ് ശിക്ഷ വിധിച്ചു. ചാലിശ്ശേരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ചാലിശ്ശേരിയിലാണ് 9 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ താമസ വീട്ടിൽ വെച്ച് അമ്മയുടെ അറിവോടെ രണ്ടാനച്ഛൻ ഗുരുതര ലൈംഗികാതിക്രമം നടത്തിയത്. തുടർന്ന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 80 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷ വിധിച്ചത്. അതിജീവിതയുടെ അമ്മയ്ക്ക് 3 വർഷം 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പിഴസംഖ്യ ഇരക്കി നൽകുവാനും വിധിയായി. 40 വർഷം ശിക്ഷ തുടർച്ചയായി 1-ാം പ്രതി അനുഭവിക്കണം. ചാലിശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് കുമാറായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. 17 സാക്ഷികളെ വിസ്തരിച്ചു. 23 രേഖകൾ ഹാജരാക്കി. കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. എടപ്പാൾ കണ്ണഞ്ചിറ ഇറക്കത്തിൽ ബാറിനു സമീപം KSRTC ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരനെ ദാരുണാന്ത്യം. എടപ്പാൾ നടുവട്ടം സ്വദേശി അച്യുതനാണ് മരിച്ചത്. എടപ്പാൾ ഭാഗത്തു നിന്നും നടുവട്ടം ഭാഗത്തേക്ക് ഇരുചക്രവാഹനം തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരൻ റോഡിൽ തെറിച്ചു വീണു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും പുതിയ പദ്ധതികളെക്കുറിച്ചും ചർച്ച ചെയ്ത് പട്ടാമ്പി മധ്യമേഖല പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടി നടത്തി. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ P. രാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി മധ്യമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെയും വിജ്ഞാന വ്യാപക ഡയറക്ടറേറ്റ് മണ്ണുത്തിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പട്ടാമ്പി കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തും പുതിയ പദ്ധതികൾ വിശദീകരിച്ചുമായിരുന്നു മുഖാമുഖം പരിപാടി. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ P. രാജി മുഖാമുഖം പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട വിളകൾ നെല്ല്, തെങ്ങ്, വാഴ, പച്ചക്കറികൾ, അതുപോലെ തന്നെ ഇതിലേക്കുള്ള വിവിധ വിഭാഗങ്ങൾ, അതായത് കീടരോഗ നിയന്ത്രണം, ഇനങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളെയും കവർ ചെയ്യുന്ന രീതിയിൽ വിവിധ സെഷനുകളായി തിരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അറിയാം, എന്നും ഉച്ച കഴിഞ്ഞ് മഴയാണ്. എന്നാലും ആ ഒരു വളരെ ദൂരം നിന്നാണ് പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സമയം ഏറ്റവും ഫലപ്രദമായി പ്ലാൻ ചെയ്ത് ഉപയോഗപ്പെടുത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഓരോ സെഷനിലും ചെറിയൊരു അവതരണം മാത്രമാണ് നമ്മളൊരു തുടക്കത്തിൽ എന്ന നിലയിൽ വിഭാവനം ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് പിന്നെ കർഷകരുടെ സംശയങ്ങൾക്ക് ഓരോ പാനലുകളായിട്ടുള്ള ഡിസ്കഷൻ രൂപത്തിലാണ് ഈ പ്രോഗ്രാം മൊത്തത്തിൽ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ എക്സിബിഷനും സെയിൽസും ഇവിടെ ഒരുക്കി. ചാലക്കുടി RARS മേധാവി ഡോക്ടർ A. ലത അധ്യക്ഷയായിരുന്നു. കാർഷിക ഗവേഷണ കേന്ദ്രം ഡോക്ടർ KV സുമയ്യ, ഷീന, മുരളി, ശ്രീലേഖ, നവാസ്, ഡോക്ടർ K. മുസ്തഫ, ഡോക്ടർ ലൂയിസ്, ഡോക്ടർ ജലജ S. മേനോൻ, ഡോക്ടർ S. പ്രമീള, ഡോക്ടർ മിനി, മൊയ്തീൻകുട്ടി, ഡോക്ടർ B. തുളസി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെല്ല്, വാഴ, പച്ചക്കറി, പയർവർഗ്ഗങ്ങൾ, കശുമാവ്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ കൃഷി പരിപാലന രീതിയും വിത്തുകളുടെ പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. കർഷകരടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. BNSKയുടെ പ്രൊഫസർ നരേന്ദ്രപ്രസാദ് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് എഴുത്തുകാരി പ്രിയങ്ക പവിത്രൻ അർഹയായി. കവിതാ രചനാ മേഖലയിലെ മികച്ച നേട്ടങ്ങളാണ് പ്രിയങ്കയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. കൂറ്റനാട് സ്വദേശിയായ പ്രിയങ്കയുടെ വിടരുക നീ എന്റെ പൂവേ എന്ന കവിതാ സമാഹാരം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ നേതൃത്വത്തിലുള്ള വനിതാ കൂട്ടായ്മയായ സർഗവനിത തൃത്താല മേഖലാ സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് സമിതി അംഗവുമാണ് പ്രിയങ്ക. മെയ് 21-ന് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുൻമന്ത്രി സുരേന്ദ്രൻ പിള്ള, സംവിധായകൻ സുരേഷ് ബാബു, സംവിധായകൻ തുളസിദാസ്, ഡോക്ടർ പ്രവീൺ എന്നിവരുടെ സാന്നിധ്യത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. ആറങ്ങോട്ടുകര വിദ്യാഭൂഷണി വായനശാലയുടെ 81ാമത് വാർഷികാഘോഷവും ആദരസദസ്സും സംഘടിപ്പിച്ചു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സുഹറ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം MK പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വായനശാല പ്രസിഡന്റ് VP സുനീഷ് അധ്യക്ഷത വഹിച്ചു.
തൃശൂർ ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നും മികച്ച ഹെഡ്മാസ്റ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട മൊയ്തീൻകുട്ടി മാസ്റ്റർ, കലാഭവൻ ഫൗണ്ടേഷൻ ഓടപ്പഴം അവാർഡ് നേടിയ കുട്ടൻ വയലി എന്നിവരെ ആദരിച്ചു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ, ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം MK പ്രദീപ് എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സെക്രട്ടറി KP ജനാർദ്ദനൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, വാർഡ് മെമ്പർ ഗ്രീഷ്മ അനിൽകുമാർ, നേതൃസമിതി കൺവീനർ K രവി പ്രകാശ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വായനശാലയുടെ ജോയിന്റ് സെക്രട്ടറി C സേതുമാധവൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ബിബിൻ ആറങ്ങോട്ടുകര നന്ദിയും പറഞ്ഞു. ഏകാഭിനയ നാടകം, വീരനൃത്തം, ആദിവാസി നൃത്തം, യോഗ ഡാൻസ്, ഗാനമേള തുടങ്ങി വിവിധ ഇനം കലാപരിപാടികളും നടന്നു. CCTV ന്യൂസ്, തളി. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി നയിക്കുന്ന 5 ദിവസത്തെ മോഹിനിയാട്ട കളരിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ തുടക്കമായി. കലാമണ്ഡലം ഭരണസമിതി അംഗം കൂടിയായ ഇവർ ആദ്യമായാണ് കലാമണ്ഡലത്തിനു വേണ്ടി പരിശീലന കളരി നടത്തുന്നത്. മോഹിനിയാട്ട കളരിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമായി 20ഓളം നർത്തകികൾ പങ്കെടുക്കും. തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെയാണ് ക്ലാസുകൾ. രാവിലെ കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങ് കലാമണ്ഡലത്തിലെ മുൻ പ്രിൻസിപ്പൽ കലാമണ്ഡലം MPS നമ്പൂതിരി കലാമണ്ഡലം ക്ഷേമാവതിക്ക് പട്ടിൽ പൊതിഞ്ഞ ചിലങ്കയും കോലും പലകയും തളികയിൽ വെച്ച് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. കലാമണ്ഡലം ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രാർ ജയചന്ദ്രൻ അധ്യക്ഷനായി. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ, കേശവനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ കലാരൂപത്തിൻ്റെ കോർ എന്താണെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള, അതിനെ വ്യതിരിക്തമാക്കുന്ന, അതിനെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള അതിൻ്റെ ഏറ്റവും സൂക്ഷ്മ സ്വഭാവങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നിരീക്ഷിച്ച് അവനവൻ്റെ പ്രവൃത്തിയിൽ കൂടി സ്വാംശീകരിച്ച് അങ്ങനെ വന്ന് അതിലൊരു വ്യക്തിഗതമായിട്ടുള്ളൊരു ശൈലി രൂപപ്പെടുത്തുക. അതാണ് ക്ഷേമാവതി ടീച്ചർ ചെയ്തിട്ടുള്ളത്. കാരണം ഈ കലാമണ്ഡലം ശൈലിയാണെങ്കിൽ പോലും അവരുടേതായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ആ ഒരു സിദ്ധിയിൽ കൂടി. മോഹിനിയാട്ടം വകുപ്പ് മേധാവി കലാമണ്ഡലം സംഗീത സ്വാഗതവും മോഹിനിയാട്ട MA വിദ്യാർത്ഥി ദേവിക നന്ദിയും പറഞ്ഞു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ദീപശിഖാ പ്രയാണത്തിന് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സ്വീകരണം നൽകി. കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുടെ സുവർണ ജൂബിലി ആഘോഷമാണ് സുവർണ സമൃദ്ധി എന്ന പേരിൽ കൊണ്ടാടുന്നത്. രാജ്യത്തെ എല്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലും വിവിധ പരിപാടികളോടെയാണ് സുവർണ സമൃദ്ധി ആഘോഷിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായാണ് എല്ലാ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലൂടെയും കൈമാറി വരുന്ന ദീപശിഖ പ്രയാണത്തിന് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത്. തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും പട്ടാമ്പിയിലെത്തിയ സുവർണ സമൃദ്ധി ടോർച്ച് ദീപശിഖ യാത്രയ്ക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് പട്ടാമ്പിൽ നൽകിയത്. കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവി ഡോക്ടർ VK സുമിയ ദീപശിഖ ഏറ്റുവാങ്ങി. മറ്റു ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 4.5 പതിറ്റാണ്ടായി തുടർച്ചയായി റേഷൻ കട നടത്തുകയാണ് ചാലിശ്ശേരി KV രാജൻ. പട്ടാമ്പി താലൂക്കിൽ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി ഒരാൾ തന്നെ റേഷൻ കട നടത്തുന്നുവെന്ന അപൂർവതയും ഇദ്ദേഹത്തിന് സ്വന്തമാണ്. 18-ാം വയസ്സിൽ മെയിൻ റോഡ് ശങ്കരൻ നമ്പ്യാരുടെ റേഷൻ കടയിലാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച പൊതുവിതരണ രീതികൾ പഠിച്ചത്. 20-ാമത്തെ വയസ്സിൽ ചാലിശ്ശേരി ടൗൺ ഹൈസ്കൂളിന് സമീപമുള്ള 122-ാം നമ്പർ റേഷൻ കടയിലെത്തി. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി റേഷൻ കടയിലേക്ക് പ്രായവ്യത്യാസം കൂടാതെ എത്തുന്നവരുമായി സ്നേഹത്തോടെയുള്ള ഇടപഴകലും ഓരോ കാർഡുടമകൾക്കും ഭക്ഷ്യഭക്ഷ്യേതര വസ്തുക്കൾ വിതരണത്തിലുള്ള കൃത്യതയും പൊതുവിതരണ രംഗത്ത് രാജനെ വിശ്വസ്തനാക്കി. കോവിഡ് കാലത്തും മുഴുവൻ സമയത്തും പൊതുവിതരണ രംഗത്ത് സജീവമായി.
64 വയസ്സ് പിന്നിടുമ്പോഴും ജന്മം കൊണ്ട് നാട്ടുകാരനല്ലെങ്കിലും കർമ്മം കൊണ്ട് ചാലിശ്ശേരി ഗ്രാമത്തിലെ ഒരാളായി ഇതിനകം രാജൻ മാറിക്കഴിഞ്ഞു. ഗ്രാമത്തിലെ ഓരോ കുടുംബത്തിലെയും 3-4 തലമുറകളുമായും ഓട്ടോ ടാക്സി, ചുമട്ടുതൊഴിലാളികൾ എന്നിവരുമായുള്ള ഏറെ സ്നേഹബന്ധവും സൗഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഇദ്ദേഹം നാട്ടുകാരുടെ സ്വന്തം രാജേട്ടനായി. ശാരീരിക വിഷമതകൾ ഉണ്ടെങ്കിലും ഒരു ദിവസം പോലും ചാലിശ്ശേരിയിൽ എത്തിയില്ലെങ്കിൽ ഏറെ പ്രയാസമാണെന്നും അതിനാൽ ഇനിയും ഏറെ നാൾ സ്ഥാപനവുമായി മുന്നോട്ടു പോകണമെന്നാണ് ആഗ്രഹമെന്നും രാജൻ പറയുന്നു. വളരെ കാലമായിട്ട് നിൽക്കുന്നതിലും ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കാരണം കൊണ്ട് നമുക്കതുകൊണ്ട് ഉപേക്ഷിക്കാൻ, അതായത് ഒഴിവായി പോകാൻ, ഇതിന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇപ്പം മക്കളൊക്കെ പറയേണ്ടത് ഇത്രയും കാലം ചെയ്തില്ലേ, വയ്യാതെ പിന്നെ അസുഖങ്ങൾ ഒരുപാട് വയ്യാതെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ മക്കൾ പറയേണ്ട അച്ഛൻ പോകണ്ട, എല്ലാവരും ഇനിങ്ങനെ ഇതാക്കിക്കൊണ്ടുള്ള അങ്ങനെ ഒരു വിട്ടു പിരിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഒരു ഞായറാഴ്ച ദിവസമൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ എനിക്കതൊരു വിഷമം പോലെയാണ് തോന്നുന്നത്. തിങ്കളാഴ്ച നേരം വിളിച്ചാകുമ്പോഴേക്കും തോന്നുന്നു ഇവിടെ വന്ന ആൾക്കാരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി തോന്നുക, അതാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. ഞാനൊക്കെ പോട്ടെ കുറച്ചുകൂടി. രാജേട്ടന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്ന് ഗ്രാമത്തിലെ വൈദികനായ ഫാദർ ജോബ് ചാലിശ്ശേരി പറഞ്ഞു. പൊതുവിതരണ കേന്ദ്രത്തിൻ്റെ ഉടമയായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ശ്രീമാൻ രാജേട്ടൻ എൻ്റെ ചെറുപ്പം മുതൽ എനിക്കറിയാം. വളരെയധികം സൗമ്യതയോടുകൂടി ജനങ്ങളുമായി ഇടപഴകുന്ന രാജേട്ടന് എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുന്നു. കോതച്ചിറ പാലക്കൽ വീട്ടിൽ കൊല്ലത്ത് വളപ്പിൽ കേശവൻ നമ്പ്യാർ, കമലു അപ്പിശി ദമ്പതികളുടെ 4 മക്കളിൽ മൂത്തയാളാണ് രാജൻ. ഉഷ ഭാര്യയാണ്. ശ്രീകാന്ത്, ശ്രുതി, ശ്രീരാജ് എന്നിവർ മക്കളും അമൃത, സുധീഷ് എന്നിവർ മരുമക്കളുമാണ്. കൂറ്റനാട് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. കൂറ്റനാട് നാഗലശ്ശേരി ബാങ്ക് ഹാളിൽ പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസിനെ ആർ ശബരീഷ് നേതൃത്വം നൽകി. വായനശാല പ്രസിഡന്റ് VP ഐദുരു മാസ്റ്റർ അധ്യക്ഷനായി. ടി അബ്ദുൾ കരീം, KPM പുഷ്പജ, വാർഡംഗം C ഇന്ദിര, A കുട്ടിനാരായണൻ, KV പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി MK ചന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും KV പ്രകാശൻ നന്ദിയും പറഞ്ഞു. കട്ടിൽമഠം ശ്രീ വിവേകാനന്ദ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ബാലഗോകുലം വാർഷിക ആഘോഷവും നൈപുണ്യ വർഗും നടന്നു. ബാലഗോകുലം രക്ഷാധികാരി രജനി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാലഗോകുലം ജില്ലാ സെക്രട്ടറി സരീഷ് മാസ്റ്റർ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലഗോകുലം തൃത്താല താലൂക്ക് കാര്യദർശി സുജിത്, ഭാരതീയ ജനതാ പാർട്ടി കപ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ദിനേശൻ, അരവിന്ദ്, പ്രകാശ്, മണികണ്ഠൻ, രാജേഷ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ ആര്യ നന്ദി പറഞ്ഞു. കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങളും മറ്റു വിവിധ വിഷയങ്ങളുടെ ക്ലാസുകളും നടന്നു. അടുത്ത വർഷത്തേക്കുള്ള ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.